നമസ്കാരം മാന്യമഹാജനങ്ങളെ. വാർത്തകൾ വായിക്കുന്നത് ഹക്കീം കുട്ടായി. ഈ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് ആകാശവാണിയിൽ പണ്ട് വാർത്ത വായിക്കുന്ന ആളെ പേരാണ് ഹക്കീം കുട്ടായി. ചിലപ്പോൾ ചില ആൾക്കെല്ലാം ഓർമ്മ ഉണ്ടാവും, റേഡിയോ വാർത്തകൾ കേട്ട ആൾക്കാർക്ക്. അത് ഞാൻ ഫസ്റ്റത്തെ വീഡിയോ ഇട്ട സമയത്ത് നമ്മളെ മുത്തുമണികൾ പറയാന്ന് ഞാൻ കഞ്ചാവാന്ന്, കല്ലാന്ന്, മണലാന്ന്, സിമൻ്റാന്ന്, എന്താ പറയണ്ട ഈ പൊന്നുമക്കളോട്. എൻ്റെ ഡാഡി തരണുണ്ടല്ല, ഞാൻ കത്താം. മമ്മി അറിഞ്ഞാലോ എൻ്റെ പറയേ വേണ്ട, തീർന്നെന്ന് വിചാരിച്ചാൽ മതി. ഡാഡി മമ്മി മാഫ് കർദോ, അങ്ങനൊന്നുമില്ലട്ടാ. ഞാൻ എന്നിട്ടിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്നു. പണ്ട് ഓരോരുത്തരോടും പറഞ്ഞ ഓരോ കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങൾ, അതും ഇതെല്ലാം. ഞാൻ പണ്ട് ഗ്രോസറിയിൽ നിൽക്കുന്ന സമയത്ത് ഷാബാസിനോട് ഒരു ഐഡിയ പറഞ്ഞു. ഒരു ബിസിനസ് ഐഡിയ. നമുക്ക് സ്ട്രോ ഉണ്ടാക്കുന്നത് ഈന്തപ്പന ഓലയില്ലേ, അതിനൊക്കെ ഉണ്ട്. ഇവിടെ ദുബായിൽ പിന്നെ ഈത്തപ്പഴം സുലഭമാണല്ലോ, അതിൻ്റെ മരവും കാര്യങ്ങളും എല്ലാം ഇഷ്ടം പോലെ കിട്ടുമല്ലോ. അപ്പം ഞാൻ ചിന്തിച്ച് അതിൻ്റെ ഓല എന്തായാലും ചിലപ്പോൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടാവും ആൾക്കാർ. എന്നാലും നമുക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം പ്രൊഡക്റ്റ് ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെങ്കിലും ആയിട്ട് മീറ്റ് ചെയ്തതിനെ ചിലപ്പോൾ കിട്ടുമെന്നുള്ള ഒരു ധാരണയിൽ അങ്ങനെ ഒന്ന് ചിന്തിച്ച് എന്നിട്ട് ഷാബാസിനോട് പറഞ്ഞു, അവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് നമുക്ക് തുടങ്ങാം. എന്നിട്ട് അവൻ പറഞ്ഞു, നീ തുടങ്ങ്, നമുക്ക് ഉഷാറാക്കാം, നീ അതിനെപ്പറ്റി കാര്യങ്ങളെല്ലാം പഠിക്ക്, അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞേ. പിന്നെ കുറച്ച് ഒരു 1-2 ദിവസം അതിൻ്റെ ഒരു ചൂടുണ്ടാവും, പിന്നെ ആ ചൂട് പോകും, പിന്നെ അടുത്തൊരു ചിന്ത വരും, പിന്നെ അതിൻ്റെ ബേക്കിൽ പോകും 2 ദിവസം, പിന്നെ വേറെ എന്തെങ്കിലും വരും, അങ്ങനെ പോകും. അങ്ങനെ കുറേ ഐഡിയാസുകളുണ്ട്. ഈ സ്ട്രോൻ്റെത് ഷാബാസിനും അറിയാം, പിന്നെ മുബഷീർ എന്നിട്ട് നമ്മളൊരു കൂൾ ഡ്രിങ്ക്സിൻ്റെ ചങ്ങയുണ്ട്, ആൾക്കും അറിയാം. നല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് എന്താണ് ഇതിൻ്റെ സ്ട്രോ ബിസിനസ് ഇതിൽ ചോദിക്കും.